JEE മെയിൻസ് 2026 ഫേസ് 1-ൽ ജാനുവരി 22 നടന്ന എക്സാമിൽ ഷിഫ്റ്റ് 2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ദാറ്റ് ഈസ് ആക്ച്വലി എലമെന്റ് എക്സും വൈ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി പി ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന് ബോറോൺ ഫാമിലിയും നൈട്രജൻ ഫാമിലിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി അല്ലെങ്കിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദ്യം. നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. An element X and Y are the most common least electronegative, most and least electronegative elements respectively among nitrogen, arsenic, antimony and phosphorus. The nature of oxide of X2O3 and Y2O3 is acidic and amphoteric respectively. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് നൈട്രജൻ ഫാമിലിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർഡർ ആണ്. നൈട്രജൻ ഫാമിലി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ ഓഫ് നൈട്രജൻ ഫാമിലിയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കെടുക്കാം ആദ്യം ആരെ പറയാം? നൈട്രജൻ ആയിരിക്കും ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ്. നൈട്രജൻ കഴിഞ്ഞാൽ ഫോസ്ഫറസ്, ഫോസ്ഫറസ് കഴിഞ്ഞാൽ ആർസനിക്, ആർസനിക് കഴിഞ്ഞാൽ ആന്റിമണി. അപ്പോൾ ഇതാണ് ആക്ച്വലി ഈ തന്നിരിക്കുന്ന 4 പേരിൽ മോസ്റ്റ്, ഇതാണ് ലീസ്റ്റ്. അപ്പോൾ മോസ്റ്റ് ഉള്ള ആളാണ് ആക്ച്വലി എക്സ്, ലീസ്റ്റ് ഉള്ള ആളാണ് വൈ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എൻ എന്നെടുക്കാം. അപ്പോൾ X2O3 എന്ന് പറയുന്നത് N2O3 ആണ്. അതേപോലെ y ഈസ് ഈക്വൽ ടു SB എന്നെടുക്കാം. അപ്പോൾ Y2O3 എന്ന് പറയുന്നത് SB2O3 ആണ്. ഈ N2O3യുടെ നേച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ N2O3യുടെ നേച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCERT കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും പ്യൂർലി അസിഡിക് ആണ്. ആർസനിക്കും ആന്റിമണിയും ആംഫോട്ടറിക് ആണ്. ആൻഡ് ബിസ്മത്ത് ഈസ് ബേസിക് ആണ്. ബിസ്മത്താണ് ബേസിക് ഉള്ളൂ. അപ്പോൾ ആക്ച്വലി നമുക്കത് ഇവിടെ കൺക്ലൂഡ് ചെയ്താൽ N2O3 എന്ന് പറയുന്നത് അസിഡിക് ആയിട്ടും SbO3 എന്ന് പറയുന്നത് ആംഫോട്ടറിക് ആയിട്ടും കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ X2O3 എന്ന് പറയുന്നത് അസിഡിക് ആണെന്നും Y2O3 പറയുന്ന ആംഫോട്ടറിക് ആണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആണെന്ന് പറയുന്ന 2 ഓപ്ഷനും ഞാനിവിടെ എലിമിനേറ്റ് ചെയ്തു. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കുക. ദാറ്റ് ഈസ് ആക്ച്വലി BCl3 ഹൈഡ്രോളൈസ് ചെയ്യുക. ഇപ്പോൾ BCl3 ഐ എം ഗോയിങ് ടു റിയാക്ട് വിത്ത് H2O. 3H2 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് BOH thrice plus 3HCl. പക്ഷെ അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുകയാണ് BCl3 is a covalent in nature and get hydrolyzed in water. It produces BOH 4 times minus and BH2O 6 times 3 plus. ഇവിടെ ഇത് BOH 4 times ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ കോവാലൻസി എന്ന് പറയുന്നത് 6 ആയി. ബോറോൺ എന്ന് പറയുന്നത് സെക്കൻഡ് പീരീഡ് ആണ്. അതിന്റെ മാക്സിമം കോവാലൻസി 4 വരെ പറ്റുള്ളൂ. അതിനൊരിക്കലും 6 എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ആണ് ശരി, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. സോ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ 2ലേക്ക് കൺക്ലൂഡ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ഫോർ ഹിയർ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. ഓക്കെ, ഇവിടെ ആക്ച്വലി നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണെന്നും സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണെന്നും പറയാം. അങ്ങനെ ഓപ്ഷൻ 2ലേക്ക് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇസ് ദാറ്റ് ക്ലിയർ?